ആനന്ദേ, നീ പറഞ്ഞതുപോലെ ഇവിടെ എന്റെ പെണ്ണ് തന്നെയാടാ. അതെ ടോണി, കഴിഞ്ഞ പ്രാവശ്യത്തെ കവർ പേജ് നിന്റെ ഫോട്ടോ കയറിയതിനു ശേഷം നീ ആളാകെ മാറിപ്പോയിട്ടുണ്ട്. ഇടയ്ക്കൊരു മാറ്റം ആരാ ആഗ്രഹിക്കാത്ത? ഒരു മാറ്റം അനു ആഗ്രഹിക്കുന്നില്ല. എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരാള് മാറൂ? നിന്റെ സംസാരത്തിന്റെ സ്റ്റൈല് വരെ മാറിപ്പോയി. അതൊക്കെ അനുവിന് വെറുതെ വന്നതാ. പിന്നെ യു നോ വാട്ട്, ഇനിയിപ്പൊ ആനന്ദ് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ടല്ലോ, അതിനി അസ്ഥാനത്തെല്ലാം കൊണ്ടോ? തമാശയാണെ കുറച്ചുകൂടി നിലവാരമുള്ളത് പ്രതീക്ഷിക്കുന്നു. എടാ എന്താ ചെയ്യാ, നിന്നോടുകൂടി ഇപ്പൊ ഇതേ വരുന്നുള്ളൂ, എല്ലാം നശിച്ചു പോയി. ഓ ഭാഗ്യവതി, നിന്റെ കൂടെ കൂടി എന്റെ സെൻസ് അടിച്ചു പോയി. അത് കലക്കിയടാ, എനിക്ക് ഇഷ്ടായി. എന്നെയാണോ? അല്ല, നിന്റെ ഹ്യൂമർ സെൻസിനെ. ഓ, ഇനി എന്നെ എന്നാ ഇഷ്ടപ്പെടാ? ഇഷ്ടപ്പെടണോ? ഇഷ്ടപ്പെട്ടാ കൊള്ളാം. അയ്യടാ മോനെ, അങ്ങനെ ഇപ്പൊ കൊള്ളണ്ട കേട്ടോ. കേട്ടു. എന്ത് കേട്ടു? നീയല്ലേ ആള്? ആ, ഞാൻ തന്നെ ആള്. എന്താ ഞാൻ ഒരാൾ പോരെ? എന്തിന് ഇഷ്ടപ്പെടാൻ? അയ്യടാ, എനിക്ക് ഇഷ്ടപ്പെടാൻ കൊറേ പേരുണ്ട്. ആരാത്? ഈ ഓഫീസിലുണ്ടാവൻ? ആ ഉണ്ട്. ആരാത്? ആരാന്നാ ചോദിച്ചത്? റീന മാമിന്റെ ബ്രദർ. എന്നടാ വിശ്വാസായില്ലേ? ചെല്ലടാ, ചെന്ന് ചോദിക്കുന്നില്ലേ? കൊള്ളാം. ആ മുതുക്കനോ? ബയോട്ടിയെ വിളിക്കേണ്ടി വരുമോ? കർത്താവേ, അയാളെ കാത്തോളണേ. ഇനിയൊരിക്കലും ഞാൻ എൻ്റെ പാറുവിനെ ശല്യപ്പെടുത്തില്ല ടോണി. എനിക്കെല്ലാം മനസ്സിലായി. എന്നെങ്കിലും അവൾക്ക് സ്വയം ഇഷ്ടം തോന്നി വരട്ടെ, അന്ന് നോക്കാം. ഓ, ഒരിക്കലും നടക്കാത്ത കാര്യമാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. അതുപോട്ടെ, നിന്റെ തലക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഓ, അതിടയ്ക്ക് വണ്ടു പോകുന്നവർക്ക് തോന്നും. അത് ഞാൻ കാര്യമാക്കാറില്ല. പിന്നെ നീ എന്താ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്? നീ ഇങ്ങനെ പ്രണയം തകർന്ന് കുഴഞ്ഞ ചക്ക പോലിരിക്കുമ്പോൾ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കാം. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ആ, നീ എൻ്റെ കാര്യമൊന്നും നോക്കണ്ട. എന്താ ചോദിക്ക്. എൻ്റെ ഓഫീസിലൊരു കുട്ടിയുണ്ട്, അനു. സുന്ദരിയ, നല്ല ക്യാരക്ടറൊക്കെ ഉള്ളൊരു ചുണക്കുട്ടി. സ്റ്റൈലിഷ്, ടാലന്റഡ്, കോൺഫിഡൻറ്റ്. എന്താ ടോണി ഇത്? എന്ത്? പാറു എന്നെ ഇട്ടിട്ട് പോയെന്ന് കരുതി ഞാൻ നിന്റെ ആ സ്റ്റൈലിഷ് സുന്ദരിയുടെ പുറകെ പോകുന്നു നീ കരുതിയോ? അയ്യോ നീരജ്, മനസ്സിലായി ടോണി, നിർത്ത്. നിന്റെ ഫ്രണ്ടായ ഞാൻ പാറു എന്നെ ഇട്ടിട്ട് പോയെന്ന സങ്കടത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന എനിക്ക് പേടി. അതുകൊണ്ടൊരു പുതിയ റിലേഷൻ നീ എനിക്ക് ഉണ്ടാക്കി തന്നെ ഞാൻ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് കേക്ക്. ഓക്കെ ശരി, നിനക്കത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് നാളെ തന്നെ, അല്ല ഇന്ന് തന്നെ നമുക്ക് നിന്റെ അനുവിനെ പോയി കാണാം. എന്താ, സന്തോഷായില്ലേ? ഇല്ല, സന്തോഷായില്ല. നീ എങ്ങാനും അവളെ കണ്ടു ഞാൻ അറിഞ്ഞ നിന്റെ കണ്ണി ഞാൻ കുട്ടിപ്പിടി. എന്റെ ടോണി, നീ സത്യം പറ, നിങ്ങൾ ഈ കോഫി ഷോപ്പിന്റെ മറവിൽ വല്ല തൈക്കോണ്ടോയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എല്ലാവരുടെയും സംസാരത്തെ ഒരു കരിപ്പിട്ടോ, അതുകൊണ്ട് ചോദിച്ചു. ഒരു തേങ്ങയില്ല. എടാ, അവള് അനുവിനോട് എനിക്ക് ചെറിയൊരു ഇത്. ഏത്? അത് തന്നെ. ഏത് തന്നെ? എടാ, പ്രേമം. മനസ്സിലായി. അല്ല, നീ ഗേൾസിനെ വളയ്ക്കുന്നതിൽ എക്സ്പേർട്ട് അല്ലേ? പിന്നെ ഞാൻ ഇതിനകത്ത് എന്ത് തേങ്ങ ചെയ്യാനാ? എക്സ്പെർട്ടൊക്കെയാണ്, പക്ഷേ ഇത് കുറച്ച് ടഫാ. എന്തായാലും കൂടിയ പ്ലാൻ തന്നെ വേണം. എന്താ ഒരു വഴി? എടാ, ഇതിനൊക്കെ ഒരു സൈക്കോളജി ഉണ്ട്. നമുക്ക് വളരെയധികം താല്പര്യമില്ലാത്ത കുട്ടികളെ വളയ്ക്കാൻ അത് എളുപ്പമാണ്. അതിന്റെ പെർഫോമൻസ് ഗ്രാഫ് നേരെ മുകളിലോട്ടാ. നേരെ മറിച്ചോ, നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മുന്നിൽ ചെന്നാൽ നമുക്ക് പറ്റില്ല. ആ സമയത്ത് കൗണ്ടർ ഡയലോഗും കിട്ടില്ല. പിന്നെ നമ്മുടെ കോൺവെർസേഷനിൽ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല. അറിയാം, സമ്മതിച്ചിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റും. എൻ്റെ കാര്യത്തിൽ നീയാണാ മറ്റൊരാൾ. പറ, നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? അതൊക്കെ ശരിയാക്കാം, പക്ഷേ പാറുവിന്റെ കാര്യം പതുക്കെയാണെങ്കിൽ നീ എനിക്കൊന്ന് സെറ്റാക്കി തന്നെ. നീ ഒന്ന് ക്ഷമിക്ക്. ആദ്യം നിന്റെ തലയൊക്കെ ഒന്ന് ശരിയാവട്ടെ, ഞാൻ റെഡിയാക്കി തരാം. അപ്പൊ അത് കഴിഞ്ഞു, ഇനി ഇത് പറ. എങ്ങോട്ട്? ടോണി, നിനക്കൊരു ക്ലാസിന്റെ കുറവുണ്ട്. 1 2 3 പാറു, സാറ, അനു, നേഹ, പിന്നെ ചിഞ്ചു. ഇവരൊക്കെ എനിക്ക് സിറ്റിയിൽ ആകെ അറിയാവുന്ന പെൺകുട്ടികൾ. അങ്ങ് പറഞ്ഞ മാതിരി ഇവർക്കാർക്ക് എന്നോട് ഒന്നുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. സത്യമാണ്. ഇവരിലൊരാളാകാനും ആകാതിരിക്കാനുമുള്ള സാധ്യത പപ്പാതിയായ ഈ ഘട്ടത്തിൽ ഇവരിലൊരാളാണ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനും വരാതിരിക്കാനും വന്നേ തീരൂ എന്നുള്ള അടങ്ങാത്ത വാശിയുടെ അനന്തര ഫലമായി ആ പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങ് പറഞ്ഞതൊന്നും മനസ്സിലായില്ല, ഒന്നുകൂടെ വ്യക്തമായിട്ട് പ്രവചിച്ചാലും. അതെ, അവരാരും തന്നോട് അടുക്കുന്നില്ലെങ്കിൽ അത് തന്റെ നാവിന്റെ ദോഷം തന്നെയാണ്. അതുകൊണ്ട് നാവടക്കി കൗശലക്കാരനായ ഒരു കുറുക്കനെ പോലെ
എല്ലാവരോടും സ്നേഹം ചൊരിയുകയാണ് വേണ്ടത്. ചൊരിയാം, എത്ര വേണേലും ചൊരിയാം. പക്ഷെ 1-2 പേരോട് ചൊരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് കുറച്ച് ദൂരെ. അത് സാരമില്ല, ചൊരിയാവുന്ന അത്രയും ചൊരിയുക, അത് മതി. സ്വാമി, സ്വാമി, അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. എല്ലാം ശരിയായി സ്വാമി, വളരെ നന്ദിയുണ്ട്. എഴുന്നേൽക്കൂ വത്സ. സ്വാമി, എന്തായിരുന്നു നിന്റെ പ്രശ്നം? ഈ തിരക്കിനിടയിൽ നാം അത് മറന്നുപോയി. അങ്ങ് പറഞ്ഞില്ലായിരുന്നോ ഒറ്റയായ എന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു? ആ പെൺകുട്ടി കടന്നു വന്നു. ആ പെൺകുട്ടി വന്നതോടെ എന്റെ ഭാഗ്യവും തെളിഞ്ഞു. ഞാനിപ്പോ പുതിയ കാറിന് അഡ്വാൻസ് കൊടുത്തിട്ടാ വന്നിരിക്കുന്നു. എന്നിട്ട് നമുക്കൊന്നും കൊണ്ടുവന്നില്ലേ മകൻ? ഇല്ല. ഇത് എഴുന്നള്ളിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ഉവ്വ്. വത്സ, എന്നാൽ ഇതുകൂടി കേട്ടോ, ഗുരുദക്ഷിണയില്ലാതെ ഒന്നും ഉരുപ്പിടിക്കില്ല. ഗുരുദക്ഷിണ കൊടുത്തിട്ടാണ് വന്നത്. ഏത് ഗുരുവിന്? എന്റെ ഗുരു രത്നാകരൻ മാഷ്. ഓഹോ, എന്നാ ചെല്ല്, ബാക്കി ഞാൻ ശരിയാക്കി തരാം. ശരി സ്വാമി. കണ്ടല്ലോ, ഇനിയും തനിക്ക് എന്നെ സംശയമുണ്ടോ? എന്താ സ്വാമി പറയണേ? അങ്ങേ സംശയിക്കേ. അത്രയും അബദ്ധം നാം കാട്ടുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ശരി, എന്നാ വേഗം ചെല്ല്. എന്നിട്ട് സ്നേഹം ചൊരിയാനുള്ള വഴികളെ പറ്റി ആലോചിക്ക്. പിന്നെ ചൊരിയുമ്പോ പെൺകുട്ടികളോട് മാത്രമേ ചൊരിയാവൂ, അല്ലെങ്കിൽ നാട്ടുകാർ 8-നും 10-നും അടക്കമുള്ള ആ സംഖ്യ ചേർത്ത് വിളിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. വരട്ടെ സ്വാമി, ആശീർവദിച്ചാലും. ടോണി, അനു, ഇത് നീ, ഇത് അവൾ. ഓക്കെ, ഇനി നമുക്ക് രണ്ടുപേരുടെ നേച്ചർ നോക്കാം. നീ നല്ല രീതിയിൽ തന്നെ ഫ്രീക്കാണ്, ഫ്രീക്ക് ബഡ്ഡി. നീ മൊബൈൽ മാനിയാക്കുമാണ്. ഗ്രേഡ് താന്നതാണെങ്കിലും അത്യാവശ്യം തമാശയൊക്കെ പറയും. ഫണി. പിന്നെ ഗേൾസിന്റെ കാര്യത്തിൽ നല്ല താല്പര്യകക്ഷിയാണ് അല്ലേ? നീ ഇങ്ങനെ വലിച്ചു കിട്ടാതെ കാര്യത്തിലേക്ക് കിടക്കും. അനു, ഷീ ഈസ് സിമ്പിൾ, ക്യൂട്ട്, റെസ്പോൺസിബിൾ, സ്വല്പം ടഫ് ക്യാരക്ടർ അല്ലേ? പറയാതിരിക്കാൻ വയ്യ, നല്ല ചേർച്ച. KFCയും ഉപ്പുസോടയും പോലെ. നീ ഇത് പറയാൻ വേണ്ടിട്ടാ ഇത്രയും നേരം വരച്ചു കൂട്ടിയത്? അല്ല, സത്യമായിട്ടും അല്ല, ഇത് തികച്ചും യാദൃശ്ചികം മാത്രം. നോക്ക്, നീ എന്താന്ന് വെച്ചത് പറഞ്ഞു തൊലക്കി. പണ്ടാരം. പണ്ടാരെന്നാ? അല്ല, പണ്ടാരെന്നല്ല, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരുന്ന പണ്ടാരെന്ന കേട്ടത്? നീ പറയോട്ടെ. ഫ്ലെയിം, അതാണ് എന്റെ പോയിന്റ്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഫ്ലെയിംസ് നോക്കിയിട്ട് ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ലെന്നാണ് ക്യാമ്പസ് പ്രണയങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചത്. വിശദീകരിക്കാം. FLAME, ഫ്ലെയിം. F ഫോർ ഫ്രണ്ട്ഷിപ്പ്, L ഫോർ ലവ്, A ഫോർ അട്രാക്ഷൻ, M ഫോർ മാരേജ് ആൻഡ് E ഫോർ എനിമി. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ സമാനതയുള്ള സെയിം ലെറ്റേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ? ടോണി, പിന്നെ അനു, ഇതിനകത്ത് സെയിം ആയിട്ടുള്ള N കട്ട് ചെയ്യണം. ഇനി നമുക്ക് എത്ര നമ്പർ ബാക്കി കിട്ടും? 1 2 3 4 5. ഈ 5 നമ്മൾ ഇതെടുത്തോണ്ട് വന്ന് ഫ്ലെയിമിൽ അപ്ലൈ ചെയ്യണം. എപ്പോഴും 5ാമത് വരുന്ന ലെറ്റർ നമ്മൾ കട്ട് ചെയ്യണം. നോക്കാം. 1 2 3 4 5. എനിമി അല്ല. 1 2 3 4 5. ഫ്രണ്ട്ഷിപ്പും അല്ല. 1 2 3 4 5. 1 2 3 4 5. ഓ മൈ ഗോഡ്! എന്താടാ? ലവ്. ചുമ്മാ അല്ല, കാര്യത്തില് നിനക്ക് അവള് വീഴും മോനെ, ഉറപ്പ്. പോരെ? താങ്ക്സ് ഡാ. കണ്ട പത്താഴത്തിന് നെല്ല് കണ്ട എലിയുടെ മുഖം പോലത്തെ ചെക്കന്റെ സന്തോഷം കണ്ട. അതുപോലെ ഇത് ലവ് ആക്കി എടുക്കാനുള്ള ടിപ്സ് പറ. അത് വെറും സിമ്പിൾ അല്ലേ? നോക്ക്, ഇത് അവളുടെ ക്യാരക്ടർ. നീ എപ്പോഴും അവളുടെ ക്യാരക്ടറേക്കാൾ ഒരു പടി മുന്നിൽ അഡ്വാൻസ് ആയിട്ട് നിൽക്കണം. അതായത് നീ ഈ ക്യാരക്ടറിലേക്ക് മാറണം. ഇതിനെ
ഇതൊരു നല്ല ഉദ്ദേശത്തിനായതുകൊണ്ട് ഉപയോഗിക്കാം. ഹോ, ഇത്രയും ബുദ്ധിയുള്ള ഈ തങ്ക തലയാണല്ലോ ആ ഭദ്രകാളെ അടിച്ചു പൊളിക്കാൻ നോക്കിയെന്ന് ഓർക്കുമ്പോ എനിക്ക് അവളെ കൊല്ലാനാ തോന്നുന്നു. കൊല്ലരുത് ടോണി, എനിക്ക് അവളെ ജീവനോടെ വേണം. അവളെ എനിക്ക് പഴയ പാറുമായിട്ട് തിരിച്ചു തരില്ലേ ടോണി? പറ, തിരിച്ചു തരില്ലേ പ്ലീസ്? തരാം തരാം. അവളെ നിനക്ക് കിട്ടുന്നതിന് വേണ്ടി ലോകത്തിലേത് ബ്രോക്കറും ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യും. പക്ഷേ നിനക്ക് അവളെ തിരിച്ചു കിട്ടുമ്പോ നിന്റെ തല തല്ലിപ്പൊളിക്കാനുള്ള ഒരു ഭീകര സത്വമായിട്ടാണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ നിനക്കത് മതിയോ? പറ. വേണ്ട. എന്നാ കുറച്ച് സമയം എനിക്ക് താ. എടുത്തോ, എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷേ നിങ്ങളുടെ പഴയ പാറുമായിട്ട് എനിക്ക് അവളെ തിരിച്ചു തരണേടാ. തരും. ഡോക്ടർ സണ്ണിയാടാ. അല്ല, ബ്രോക്കർ ടോണി അല്ലേ? അങ്ങനെയല്ലേ? എന്നാ ശരി, അങ്ങനെയെങ്കിലും അങ്ങനെ. അല്ല, ഞാനേ തലയിലെ പെരുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് പോയിക്കോളാം. ഓക്കെ, ക്യാരി ഓൺ. ചെല്ല്. ശരി അപ്പൊ. ഓ, ആയിക്കോട്ടെ. റൊമാൻസ് ആണ് നമ്മുടെ പുതിയ തീം. ഓക്കെ, ഈ ന്യൂ ജനറേഷൻ പ്രണയവും പഴയകാല പ്രണയവും തമ്മിലുള്ള ഒരു മാറ്റൊരുക്കലാവണം നമ്മുടെ ഈ ഫീച്ചർ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് പറയാം. ഓക്കെ മൈഥിലി? പഴയകാല പ്രണയം സത്യവും ഇപ്പോഴത്തെ പ്രണയം അഭിനയവുമാണ്. അതെന്താ ഇന്നത്തെ കാലത്ത് ആരും പ്രണയിച്ച് കല്യാണം കഴിക്കാറില്ലേ? വാട്ട്സ് യുവർ സജഷൻ അരുൺ? പ്രണയം വേറൊരു ഫീലിങ്സ് ആണ്, സ്നേഹത്തിന്റെ പീക്ക്, അല്ലാതെ ഒന്നുമില്ല. പ്രണയത്തെ വിമർശിക്കാനല്ല, ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മുടെ ഫീച്ചർ. ഓ, ഓക്കെ അനു, കമോൺ. പ്രണയിക്കുന്നവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതാണ് പ്രധാന പ്രശ്നം. പ്രണയിക്കുന്നവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് ശേഷമാണ് പ്രണയം വർക്കൗട്ട് ആവുന്നത്. അതറിയില്ലേ? ടോണി? മാം, എന്റെ പോയിന്റ് എന്ന് പറയുന്നത് പ്രണയത്തെ എങ്ങനെ പുതിയ കാലത്തെ പ്രണയം പഴയ കാലത്തെ പ്രണയം എന്നിങ്ങനെ വേർതിരിക്കുന്നതിനെതിരാണ്. പ്രണയം എല്ലാ കാലത്തും ഫ്രഷാണ്. പഴയ കാലത്ത് പ്രണയം ദൈവികമായിരുന്നു, പുതിയ കാലത്ത് അതൊരു പാഷനായി മാത്രം മാറുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രണയം എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒരു പ്രതിഭാസമാണ്. പക്ഷേ പ്രണയത്തെ പുതിയ തലമുറ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ഗ്രേറ്റ് ടോണി, ഫാന്റാസ്റ്റിക്. ഇതാണ് നമ്മുടെ തീം, ഇതാണ് നമ്മുടെ മാറ്റർ. താങ്ക്സ് മാം. അനുഭവമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. ഓക്കെ ടോണി, ഇതെങ്ങനെ ക്യാമറയിൽ പകർത്താനാണ് പ്ലാൻ? അത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ ഞാൻ ക്യാമറയിൽ പകർത്തിയിരിക്കും. മാഡത്തിന് തികച്ചും ഒരു സർപ്രൈസ് ആയിരിക്കും. ഹലോ, നീ ആ ഫേമസ് ഫോട്ടോഗ്രാഫർ ദിലീപ് കുമാറിന്റെ ഫോട്ടോസ് അടിച്ചു മാറ്റിയതല്ലേ? വാടകയ്ക്ക് എടുത്ത മസ്തിഷ്കം എനിക്ക് വേണ്ട. ടോണി എടുത്ത ഫോട്ടോ എടുക്കാൻ നിന്റെ ദിലീപ് കുമാർ ഒന്നുകൂടെ ജനിക്കണം. ദിലീപ് കുമാറിനെ കുറിച്ച് കുറ്റം പറഞ്ഞോണ്ടല്ലോ. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഫോട്ടോഗ്രാഫർ വെറുതെ തർക്കിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ഓക്കെ, എന്താ ഇവിടെ ഡിസ്കഷൻ? അല്ല മാം, അനു ചോദിക്കുകയായിരുന്നു മാഡത്തിന് ഈ സമയത്ത് റൊമാൻസ് എന്ന തീം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇല്ല മാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓഹോ, അനു ഒഴികെ ബാക്കി എല്ലാവർക്കും പോവാം. താങ്ക് യു മാം. ഞാനേ നിന്റെ ദിലീപ് കുമാറിനോട് ഒന്ന് രക്ഷപ്പെടുത്താൻ പറയാം. നീങ്ങിരി. അഞ്ജന കൊള്ളാലോ. എന്തത്? ASLോ? ഇനി ഫോൺ കണക്ഷനോ മറ്റായിരിക്കുമോ? ആരോടപ്പം ചോദിക്കുക? ഇവിടെയാണെങ്കിൽ ആരും കാണാനുമില്ല. BSNL. ആ കുട്ടി കണക്ഷനൊക്കെ ഇപ്പം എന്തിനാ ചോദിച്ചിട്ടുണ്ടാവുക? നൈറ്റ് കോളുകൾക്ക് ഓഫറുള്ള കണക്ഷനാണോ എന്ന് ചോദിച്ചായിരിക്കും. കാലം പോയൊരു പോക്കേ. ഐഡിയയുടെ സ്പെല്ലിംഗ് ഒക്കെ പിള്ളേർ അയക്കുന്ന കണ്ടില്ലേ? ഓ, ഹാ, നേഹ വന്നല്ലോ. എന്താ ഇപ്പം നേഹനോട് ചോദിക്കുക? ആ, എന്നോട് പിണക്കാണോന്ന് ഇംഗ്ലീഷിൽ ഇപ്പം എങ്ങനെയാ ചോദിക്കുക? യു ആംഗ്രി മീ? ഐ ആം വെരി പുവർ. I know you poor, but nobody like you. I like you. Now where are you? ഇനി സ്നേഹം ചുരാഞ്ഞിട്ടേ ഭാഗ്യദേവത ജീവിതത്തിലേക്ക് വരാതിരിക്കണ്ട. ഗെറ്റ് ലോസ്റ്റ് യു സ്കൗണ്ടർ. ആരും കണ്ടില്ല. ഇനി ഇവളെ സ്നേഹിക്കാൻ നിന്നാലേ ഞാൻ വെറും ശശിയാന്ന് നാളെ എൻ്റെ ഫാൻസ് പറയും.
എന്താ അപ്പൊ റിപ്ലൈ അയക്കാ? ഗെറ്റ് ഔട്ട് ഹൗസ്. ഗെറ്റ് ഔട്ട് ഹൗസ്. ആ സാറാ, ആ തിരക്കാ? അതെ, എന്താ? അല്ല, നീ ഫ്രീ ആകുമ്പോ ഒന്ന് വരുമോ? എന്താടാ കാര്യം? അല്ല, നമുക്ക് കുറച്ചു നേരം സ്നേഹത്തോടെ സംസാരിച്ചിരിക്കാം. ഞാനേ ഇച്ചിരി ബിസിയാ. ഇപ്പൊ ഫ്രീ ആയിരിക്കുന്നത് റോയ്ച്ച മാത്രമാ. ഞാൻ പറഞ്ഞു വിടാം. അയ്യോ വേണ്ട, നീ പോയിക്കോ. അല്ല, സ്നേഹത്തോടെ നിനക്ക് സംസാരിക്കണ്ടേ? സ്നേഹത്തോടെ പറഞ്ഞ, ഉപദ്രവിക്കണ്ട, പൊക്കോ. അല്ല പിന്നെ റോയ്ച്ചനോട് സംസാരിക്കണേ, അതും സ്നേഹത്തോടെ. സഞ്ചരിക്കുന്ന ഉപദേശ മെഷീനോട് എന്ത് സ്നേഹത്തോടെ പറയാനാ? എന്നാലും നീ ഇത് കാണിച്ച കുറച്ച് ഓവർ ആയിപ്പോ കേട്ടോ. ഒട്ടും ശരിയായില്ല. മാം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോ നീ എന്തിനാ കളിയാക്കി? എന്നും പറഞ്ഞ് നീ ഇങ്ങനെ പറയോ മാമിനോട്? പോട്ടേനു. അപ്പൊ അങ്ങനെ തോന്നി, അങ്ങനെ പറഞ്ഞു. നിനക്കത്ര പോരെ? ആണല്ലോ, ഉറപ്പാണല്ലോ. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട്. മറുപടി എനിക്ക് വേണം, പക്ഷേ അതിന്റെ ചോദ്യത്തിന്. എന്ത് ചോദ്യം? സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സീരിയസ് ആണെന്ന് എനിക്കും കൂടി ഒന്ന് തോന്നണം. പറ. ഇത്തരം സിറ്റുവേഷനിൽ ബോയ്സ് ആകെ പാനിക്കായി ഏറൊക്കെ പിടിച്ച് ആണ് ഗേൾസിന്റെ മുമ്പിൽ നിൽക്കാറ്. പക്ഷെ എനിക്കതൊന്നും അറിയില്ല. എനിവേ, ഞാൻ അനുവിനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ടോണിയെയും. പക്ഷേ ഈ ബട്ടാ പ്രശ്നം. ടോണി, ലിസൺ, ഐ റിയലി ലൈക്ക് യുവർ ക്യാരക്ടർ. സീരിയസ്ലി, ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതല്ല. ദ പ്രോബ്ലം ഈസ് ഞാൻ നിന്നെ ഒരു സുഹൃത്തായിട്ടാണ് കാണുന്നത്, ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ വിദഗ്ധമായി നീ എന്നെ ഒരു ഫ്രണ്ട് ആക്കിയല്ലേ ടോണി? ഓക്കെ, പക്ഷെ എന്റെ ചാൻസ് പോയിട്ടൊന്നുമില്ല. അതെന്താ? അനു ഒരു നല്ല പരിചയക്കാരനോട് നല്ല ഫ്രണ്ടും, നല്ല ഫ്രണ്ടിന് ഒരു നല്ല ലവറും, ഒരു നല്ല ലവറിനോട് നല്ല ഹസ്ബൻഡും ആകാൻ കഴിയും. ആ നിലയ്ക്ക് ഇനി എനിക്ക് ചാൻസ് ഉണ്ട്. ഓ അങ്ങനെ. പക്ഷെ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു നല്ല ഫ്രണ്ട് ഒരിക്കലും ഒരു ലവർ ആവില്ല. ലവർ എന്നും ലവറും ഫ്രണ്ട് എന്നും ഫ്രണ്ടും ആയിരിക്കും. മനസ്സിലായോ? ഫ്ലെയിം ചോദിച്ചില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാലും നമുക്ക് ഒന്നുകൂടി പറയേണ്ടി വരും. ഫ്ലെയിമോ? നിനക്ക് കുറച്ചും കൂടി പക്വത ഉണ്ടെന്ന് ഞാൻ കരുതിയത്. ഫ്ലെയിമിനെ കളിയാക്കുന്ന സൂക്ഷിച്ചു വേണം, അത് സത്യമുള്ളതാ. ഫ്ലെയിമിനെ കളിയാക്കി ചിലപ്പോൾ നിന്നെ ഒരു ഹസ്ബൻഡായിട്ട് കിട്ടിയേക്കും. ഞാൻ അത് വിധിയാന്ന് വിചാരിച്ചോളാം. ഇനി ഞാൻ അത്രയ്ക്ക് ബോറിനാണോ? ആണോന്നോ? അപ്പൊ നീ എന്ത് കണ്ടിട്ട് എന്നെ പ്രപ്പോസ് ചെയ്ത്? ടോണിയുടെ ഒരു കാര്യം. കർത്താവേ, ഞാൻ ഇത്രയ്ക്ക് ബോറിനായിരുന്നു. അതെനിക്കിഷ്ടായി. എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം നിന്റെ ഫ്ലേട്ടിങ്ങിന് ഒരു തിരിച്ചടിയിട്ടൊന്ന്. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ. അയ്യോ, ഇത്രയ്ക്ക് ചിരിക്കാൻ അവിടെ എന്താ ഉണ്ടായത്? അവളെന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും നിന്നെ മൂഡ് ഓഫ് ആക്കാൻ ഒരുത്തി കഴിഞ്ഞില്ലേ? എന്തായാലും അവളെ നേരിട്ടേണ്ട ഒരു കൈ കൊടുത്തിട്ടെ കാര്യം. ലോകത്തെല്ലാവർക്കും ടോണി വില്ലനാ. എനിക്കും ആഗ്രഹമുണ്ട് എല്ലാത്തിനോടും. എന്നാൽ ഇത് ഇത്തിരി ദുരാഗ്രഹമായി പോയില്ലേ? കൊള്ളാം, അവള് മിടിക്കുക. അവളുടെ ക്യാരക്ടർ എനിക്കിഷ്ടമായി. പിള്ളേരാരും ഇല്ലാതായി പോയല്ലോ കാസനോവയുടെ ഈ തോൽവി ആഘോഷിക്കാൻ. ഏതായാലും ഇന്നിത് ആഘോഷിച്ച് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുണ്ട്. ലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല ഇത്രയും ക്രൂരനായിട്ടൊരു ഏട്ടൻ. പറഞ്ഞോ, നീ ഇന്നിനി എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു. അങ്ങാടി തോറ്റവൻ ഏട്ടന്റെ നെഞ്ചത്തേക്ക് എന്നല്ലേ പറഞ്ഞോ? കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ഞാനും എന്റെ പിള്ളേരും ഇന്ന് ഇത് ആഘോഷിച്ചിട്ടെന്നെ കാര്യം. ആര് എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷെ റോഹിച്ചിനത് പറയരുതായിരുന്നു. റോഹിച്ചനൂടി അവളെ കണ്ടാ ചിലപ്പോ വേണ്ട. റോഹിച്ചൻ അവളെ കാണണ്ട. റോഹിച്ചൻ ഭയങ്കര ഗ്ലാമറാ. എങ്ങനെ?